മോദി സ്തുതി തുടരുന്ന ശശി തരൂർ എം പി ബിജെപിയിലേക്കുള്ള ചുവടുമാറ്റത്തിലേക്കാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിൽ അംഗമായിരിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ പുകഴ്ത്തുന്ന തരൂരിനെതിരെ പാർട്ടിക്കകത്ത് പടയൊരുക്കവും നടക്കുന്നുണ്ട്. മോദി സ്തുതി തുടരുന്ന തരൂരിനെതിരെ കോൺഗ്രസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന കാര്യം. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതിയെന്ന് പറയുന്ന മോദി സർക്കാരിന്റെ പരിപാടികളിൽ മതവിവേചനം കണ്ടിട്ടില്ലെന്ന് പറയുന്ന ശശി തരൂരിന്റെ നിലപാട് ബിജെപിയുമായി ചേർന്നു പോകുന്നതാണെന്ന കാര്യം ഇതോടെ വ്യക്തമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ഇടയ്ക്കിടെ സ്തുതിക്കുക മാത്രമല്ല, മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ശശി തരൂർ. കോൺഗ്രസ് നേതാക്കൾ ഒറ്റയായും കൂട്ടമായും ഈ നിലപാടുകളെ എതിർത്തപ്പോഴും യാതൊരു കൂസലുമില്ലാതെ മോദി സ്തുതി പാടൽ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് തരൂർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന സ്വകാര്യ പരിപാടിയിലായിരുന്നു ഏറ്റവും ഒടുവിൽ തരൂർ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും തലോടിയത്. ഇത് തുടരുന്നതോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നാണ് തരൂർ കരുതുന്നത്. തരൂരിനെ അവഗണിക്കുക എന്നതായിരുന്നു ഇതുവരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ല എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും മോദി സ്തുതിയിൽ മൗനം തുടരുന്നത് തിരിച്ചടിയാകുമോ എന്ന ചർച്ചയും കോൺഗ്രസിനുണ്ട്. യൂത്ത് കോൺഗ്രസ് സാമൂഹിക അക്കൗണ്ടുകളിൽ തരൂരിനെതിരെ വികാരം രോഷമായും മറ്റും ഉയരുന്നുണ്ട്. പുതിയ സാഹചര്യത്തിൽ തരൂരിനെതിരെ കോൺഗ്രസ് നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ പ്രതികരണങ്ങൾ. മോദി സ്തുതിയുമായി രംഗത്തെത്തിയ ശശി തരൂർ PM ശ്രീ പദ്ധതിയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. PM ശ്രീ പദ്ധതിയിൽ CPIM-നെ കോൺഗ്രസ് കടന്നാക്രമിക്കുമ്പോഴാണ് ഒരു വശത്ത് ശശി തരൂർ പിന്തുണ നൽകുന്നത്. PM ശ്രീയിൽ കാവ്യവൽക്കരണം കാണുന്നില്ലെന്നും സിലബസിൽ പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന സിലബസ് നടപ്പാക്കിയാൽ പോരെ എന്നുമാണ് ശശി തരൂർ ചോദിക്കുന്ന കാര്യം. മോദി സർക്കാരിന്റെ വികസന പദ്ധതികളിൽ മതവിവേചനം കണ്ടിട്ടില്ലെന്നും ശശി തരൂർ പറഞ്ഞു. കേരള സർക്കാരിനേക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാർ വികസനം നടപ്പാക്കിയെന്നും മോദി സർക്കാരിനെ കുറിച്ച് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ മതിയോ എന്നും തരൂർ ചോദിക്കുന്നുണ്ട്.